യെസ്. അപ്പൊ നമ്മുടെ പോഡ്കാസ്റ്റിന്റെ ഒമ്പതാമത്തെ എപ്പിസോഡാണ്. കാര്യത്തിലേക്ക് പോവാം. അപ്പൊ ഇന്നലെ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും CPIM-ന്റെ ഒക്കെ നേതാവൊക്കെയായ അച്യുതാനന്ദൻ, VS അച്യുതാനന്ദൻ മരിച്ചിട്ടുണ്ട്. അപ്പൊ മരിച്ചു എന്നാലും പുള്ളിയുടെ ഐഡിയോളജി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. പുള്ളി ഇവിടുന്ന് വിട വാങ്ങി. അപ്പൊ നമ്മുടെ ഇപ്പൊ എന്റെയൊക്കെ ഒരു ചോക്കാൻ നേരത്ത് സ്റ്റാർട്ട് ചെയ്തേക്കണ EMS നയനാര് അങ്ങനെയുള്ള ആളുകളൊന്നും കണ്ടിട്ടില്ല. നമ്മ കണ്ടേക്കണ ഏറ്റവും വലിയൊരു ഏജ്ഡ് ആൻഡ് സീനായിട്ടുള്ള ലീഡർ എന്ന് പറഞ്ഞാല് VS അച്യുതാനന്ദനാണ്. അപ്പൊ എന്റെ ഒരു ഓർമ്മ വെച്ച് നോക്കായിരുന്നു ഞാൻ ഫസ്റ്റ് ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങിയത്. നമ്മ ചെറുപ്പത്തിൽ ഇമിറ്റേറ്റ് ചെയ്യുമോ ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ, അങ്ങനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് അച്യുതാനന്ദനാണ്. അപ്പൊ അച്യുതാനന്ദനെ പറ്റി, VS അച്യുതാനന്ദനെ പറ്റി എന്താണ് ഓർമ്മകള്, അങ്ങനെ എന്താണ് പെട്ടെന്ന് പറയാറുള്ളത്? ഞാൻ പൊളിറ്റിക്കലി ഇങ്ങനെ പൊളിറ്റിക്സിലൊന്നും ശ്രദ്ധിക്കാത്തൊരു മനുഷ്യനാണ്. പക്ഷേ മൂപ്പരെ പറ്റി സംസാരിക്കണമെങ്കിൽ മൂപ്പരെ പറ്റി നമുക്ക് ഭയങ്കര എന്താ പറയാ, കുറച്ച് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ക്യാരക്ടറാണ്. അങ്ങനത്തെ ഒരു പൊളിറ്റീഷ്യനാണ് മൂപ്പര്. മൂപ്പരെ സംബന്ധിച്ചപ്പോ മൂപ്പര് ജനിച്ച് 4ാമത്തെ വയസ്സിലെങ്ങാനാണ് മൂപ്പരുടെ അമ്മ മരിച്ചത്. അതിൽ 11ാം വയസ്സായപ്പോ മൂപ്പര് അച്ഛനും മൂപ്പരുടെ അടുത്തുനിന്ന് പോകണ്ട. പിന്നെ മൂപ്പര് ചെയ്തതെന്ന് വെച്ചാല് ചേട്ടന്റെ കൂടെ തയ്യക്കടയില് അങ്ങനെ മൂപ്പര് തയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി കുടുംബം നോക്കി നിന്നൊരു വ്യക്തിയായിരുന്നു നേരിട്ടുണ്ട്. അവിടെ നിന്ന് മൂപ്പര് കയർ ഫാക്ടറി കയറി. കയർ ഫാക്ടറിയിൽ അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളുടെ പ്രശ്നങ്ങളും അതെല്ലാം മനസ്സിലാക്കി അവരൊപ്പം നിന്ന് ഓരോ പ്രശ്നങ്ങൾ സോൾവ് ആക്കാനും കാര്യങ്ങൾ നിന്ന് അങ്ങനെ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ ബാക്കിയുള്ളവരിപ്പോ എന്താ പറയാ, ഈ ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും മരിച്ചിട്ടും മൂപ്പര് അവിടെ നിന്ന് ഇന്ന് എന്താ പറയാ, ഇപ്പൊ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ 82ാമത്തെ വയസ്സിലാണ് മൂപ്പര് 82ാമത്തെ വയസ്സിലാണ് മൂപ്പര് മന്ത്രിയായെന്ന് ഞാൻ കേട്ടത്. അപ്പൊ അത്രയും കേരളത്തിലെ തന്നെ ഒന്നും പറയല്ല, ഇന്ത്യയിലും ഇപ്പൊ വേൾഡിൽ തന്നെ എടുത്തു നോക്കണമെങ്കിൽ തന്നെ അത്ര 82ാമത്തെ വയസ്സിലുള്ള ഒരു പൊളിറ്റീഷ്യനായിട്ട് നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ഇത്ര എനർജറ്റിക് ആയിട്ട് മൂപ്പര് ഓരോ കാര്യങ്ങൾ ചെയ്യണതിൽ മൂപ്പര് ഒരു എന്താ പറയാ, ഒരു മോട്ടിവേഷൻ ആയിട്ട് തന്നെ എടുത്ത് ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു വ്യക്തിത്വമായിട്ട് കരുതപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. ഇതാണ് എനിക്ക് സംഭവിച്ചിടത്തോളം. ഞാൻ പൊളിറ്റിക്കലി ആ കാര്യങ്ങളൊന്നും പറയില്ല. ഞാൻ പൊളിറ്റിക്സിൽ ഭയങ്കര വീക്കാണ്. ഞാൻ അങ്ങനെ ഇതിലും കാര്യങ്ങളൊക്കെ ഇല്ല, ഫോളോ അപ്പ് ഞാൻ കുറവാണ്. ഇപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ 102 വയസ്സായി. കഴിഞ്ഞൊരു 6 വർഷമായിട്ട് പുള്ളി ആക്റ്റീവായിട്ട് രാഷ്ട്രീയത്തിലില്ല. പക്ഷെ ഇന്നലെ അദ്ദേഹം മരിച്ചപ്പോ അവിടുത്തെ അടിച്ചുകൂടിയ ജനക്കൂട്ടം എന്ന് പറഞ്ഞാല് എന്നുവെച്ചാ ഇപ്പൊ കുറെ പേര് കുറെ സ്റ്റേറ്റ്മെന്റ് പറയണ്ടായിരുന്നു. ഇനിയിപ്പോ നാളെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയങ്ങളോ കാര്യങ്ങളൊക്കെ വരുമ്പോഴും ആൾക്കാർ പറയും VS ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുമെന്ന് പറഞ്ഞു. അപ്പൊ അത്രത്തോളം ആൾക്കാരുള്ളിലേക്ക് ഇറങ്ങിയിരുന്ന ഒരു ലീഡറായിട്ടാണ് എനിക്ക് തോന്നണത്. എന്നുവെച്ചാല് എൻഡ് ഓഫ് ദി ഡേ ഞാൻ പറയാന്ന് വെച്ചാല് ഈ പാർട്ടി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല. ഒരു ലീഡർ ഉണ്ടായി വരാന്ന് പറഞ്ഞാൽ അത് ആ ടൈമിലെ ജനങ്ങളുടെയും കൂടി ഒരു ആവശ്യമാണ്. ഇപ്പൊ ഇതുപോലെ തന്നെയാണ് ശ്രീ ഉമ്മൻചാണ്ടി സാറ് മരിച്ച ടൈമിന് എനിക്ക് ഭയങ്കരമായിട്ട് ഹുക്കായ ഒരു സീനാണ്. എന്നുവെച്ചാല് അദ്ദേഹത്തിന്റെ മൃതശരീരം ഇങ്ങനെ ബസ്സിൽ കൊണ്ടുപോകുന്ന ടൈമില് ഒരു അച്ഛനും മോനും കൂടി ഓടി വന്ന ഒരു ഇതൊക്കെ കാര്യങ്ങളും പിന്നെ ജനങ്ങൾ എന്നുവെച്ചാൽ ഓൾമോസ്റ്റ് ഒരുവിധം ലീഡേഴ്സിന്റെ ഒക്കെ മരണം അറിഞ്ഞ ആൾക്കാർ പല സ്ഥലത്തുനിന്ന് വരും. അപ്പൊ അത് വെച്ചെന്ന് ചിലപ്പോ അവർക്ക് ഡയറക്റ്റ് ഒരു ബന്ധമില്ലാത്ത ഒരാളായിരിക്കും. പക്ഷെ അവര് ആ ഒരു ലീഡറിനോട് വൈകാരികമായിട്ട് പെരുമാറുന്ന പറഞ്ഞാല് അത് ഇച്ചിരി വല്ലാത്തൊരു ബോണ്ടാണത്. കാരണം എല്ലാവർക്കും ആ ഒരു ബോണ്ടിങ് കിട്ടൂല. നമ്മളെ അറിയാത്ത ഒരാള് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വെച്ചാല് വലിയ കാര്യമാണ്. അപ്പൊ അങ്ങനെ ചോക്കാലത്ത് VS-ന്റെ ഒരു ഇതും എനിക്ക് ആ സെയിം ഓറ തന്നെയാണ് ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെയിലും ഫീൽ ചെയ്തത്. ഒരു ലീഡർ എന്നുള്ള ഒരു കൺസെപ്റ്റ്. അങ്ങനെ ലീഡേഴ്സിനെ വെച്ചൊക്കെ എടുത്തിട്ടാണ് എനിക്ക് തോന്നണത്. പിന്നെ അത് ഇപ്പൊ ലീഡേഴ്സ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ കേരളത്തിലായിരിക്കും ഇത്രയും ജനങ്ങൾക്ക് വേണ്ടി സേവിച്ചു വരുന്ന കുറെ ലീഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പൊ പാർട്ടി എന്നല്ല, അത് അവിടെ ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ളൊരു ഇതായിരുന്നു. ഇന്നലെ ഇപ്പൊ CPM-ന്റെയും ഇതിന്റെ ആൾക്കാർ മാത്രമല്ല VS-നെ കാണാൻ വേണ്ടി. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ തന്നെ VS അച്യുതാനന്ദൻ സാറിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മൂപ്പര്, ഞാൻ വേറൊരു കാര്യം കൂടി കേട്ടിട്ടുണ്ട്. മൂപ്പര് 60-കളിലോ 70-ലെങ്ങാനും ഇന്ത്യ ചൈന വാർ നടന്ന സമയത്ത്
പാർട്ടി വേണമെങ്കിൽ മൂപ്പരിക്ക് പാർട്ടികൾക്ക് വേണ്ടി പാർട്ടിന്റെ കാര്യങ്ങളെ വേണ്ടി നിന്ന് വേണമെങ്കിൽ ഓരോ ഇപ്പൊ ഇന്ത്യ ചൈന എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതലായിട്ട് ഞാൻ പറയല്ല. ഇപ്പൊ എനിക്ക് എന്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറഞ്ഞു വെച്ചാൽ ചൈന എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സമയത്തുള്ള സിറ്റുവേഷൻ. അവരെല്ലാരും ഈ ചൈന എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ഒരു നെടുംതൂണ ഒരു രാജ്യമാണ്. അപ്പൊ ഈ ഇന്ത്യ ചൈന വാർ നടന്ന സമയത്ത് ഇന്ത്യയുടെ പട്ടാളക്കാർക്ക് ഓരോ എന്താ യുദ്ധത്തിലുള്ള കുറെ രക്തം കാര്യങ്ങളും അതും ഇതും കാരണം യുദ്ധങ്ങളാകുമ്പോഴേക്കും പരിക്കുകൾ പറ്റും. ഇപ്പൊ ഓരോ എന്താ പറയാ രക്തം പോയതിന്റെ പേരിൽ പല ആൾക്കാർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ ഇന്ത്യക്കാരെ പട്ടാളക്കാർക്ക് വേണ്ടി രക്തം ഡൊണേറ്റ് ചെയ്യണ ക്യാമ്പ് മൂപ്പര് രൂപീകരിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിനു വേണ്ടി മൂപ്പരിക്ക് കുറച്ച് പേരെങ്കിലും പാർട്ടിയിൽ നിന്ന് മൂപ്പരിക്ക് കുറച്ച് ബാക്ക് വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ആൾക്കാർക്ക് വേണ്ടി ചെയ്തതാണ്. മനുഷ്യനാണ്. മനുഷ്യന്മാർക്ക് എപ്പോഴത് ശത്രു ആയിക്കോട്ടെ ഇതും ആയിക്കോട്ടെ മൂപ്പര് മനുഷ്യന്മാരെന്നുള്ള സിറ്റുവേഷൻ വെച്ചിട്ടാണ് മൂപ്പര് അത് കാര്യങ്ങൾ ചെയ്തത്. അതിനുവേണ്ടി അങ്ങനെ വരെ പല ഇത് ചെയ്തൊരു ലീഡറാണ് മൂപ്പര്. അതുപോലെ ഏതൊരു ആദിവാസി മേഖലയിൽ എന്താണ്ട് ഒരു സമരത്തിന് എന്തോ വേണ്ടി അദ്ദേഹം മറ്റേ മല കയറി പോകണ്ടെന്തോ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ പുറകെ മീഡിയ ടീമുകളും പോകണ്ടായിരുന്നു. ആ ടൈമില് 70-80 വയസ്സെന്തോ ഉണ്ട്. അപ്പൊ പോണ വഴിക്ക് ചെറുപ്പക്കാരായ ഈ മീഡിയ ടീമിലുള്ള കുറെ പേര് കഥച്ച് അവിടെ നിൽക്കുന്ന ടൈമിലും ഇദ്ദേഹം കൂളായിട്ട് നടന്നു പോകണ്ടത്. പിന്നെ ഫുഡാണ് മെയിൻ. ഇപ്പൊ KR ഗൗരിയമ്മയാണെങ്കിലും ഇവര് അവരുടെ ഒരു പീക്ക് ടൈമില് കുറെ പോലീസുകാരെയും മർദ്ദനങ്ങളും ഇതൊക്കെ ഏറ്റു വാങ്ങിയിട്ടുണ്ടെങ്കിലും അവര് പിന്നെ ഫുഡും കാര്യങ്ങളെല്ലാം കറക്റ്റ് നിയന്ത്രിച്ച് ഇപ്പൊ 102 എന്നുള്ളത് വലിയൊരു ലൈഫ് സ്പാനാണ്. ആൾക്കാരെ സംബന്ധിച്ചോളം 50 ബാക്കി ബോണസാണ്. ഇത് ഭയങ്കര ഒരു എന്താ ഫുഡൊക്കെ അത്ര കൺട്രോൾ ചെയ്യണം. അപ്പൊ അദ്ദേഹത്തിന്റെ ഫുഡ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ ജസ്റ്റ് നോക്കിയ ആർട്ടിക്കിൾസിൽ കണ്ടെന്ന് വെച്ചാല് ഈ കരിക്ക് വെള്ളം പിന്നെ ചായ കാപ്പി ഈ അങ്ങനത്തെ പരിപാടികളൊക്കെ പുള്ളി വിട്ട് കുറെ നാളായിട്ട്. അപ്പൊ ഈ കരിക്ക് വെള്ളം അങ്ങനത്തെ പിന്നെ ചില പഴങ്ങളുടെ ചാറ് ജ്യൂസ് ഇതൊക്കെ കുടിച്ചാണ് പുള്ളി ഇത്രയും നാള് ഹെൽത്തി ആയിട്ട് വെച്ചത്. ഇപ്പത്തെ ലൈഫ് സ്റ്റൈലി അതൊക്കെ കൊണ്ട് ഞാൻ പറയാം ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കേണ്ട ഒരു വ്യക്തിത്വം. എന്ത് കാര്യം ഫുള്ളി ഡിസിപ്ലിൻഡ് ആയിരുന്നു. ഇത്രയും ഇതും പ്രായത്തിൽ ഓരോ 82-ാം വയസ്സിൽ ഒരു മന്ത്രിയായിട്ട് എത്ര എനർജറ്റിക് ആയിട്ട് നിൽക്കണം. ആൾക്കാർ എണീച്ച് നടക്കുമെന്നുള്ള കാര്യം സംശയമാണ്. ഞാൻ ഇന്നലെ ജസ്റ്റ് അപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ 125 വയസ്സുള്ള ഒരാള് ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു യോഗയാണ്. അദ്ദേഹം ഇപ്പോഴും യോഗ പരിപാടികളൊക്കെ ചെയ്തു പോകുന്നുണ്ട്. ഇങ്ങനെ ആലോചിച്ചപ്പോ ജീവിക്കാൻ കറക്റ്റ് മീറ്ററിൽ ഫുഡും പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ എനിക്കിപ്പോ ഇന്റർവ്യൂല് ഇപ്പൊ മലപ്പുറത്തായിരുന്നു ലാസ്റ്റ് ഏറ്റവും വലിയ ഏജിൽ ജീവിച്ച ഒരു വനിത ഉണ്ടായത്. അവർ കഴിഞ്ഞ വർഷം എന്താണ്ടാണ് മരണപ്പെട്ടത്. 116 വയസ്സ് അങ്ങനെ എന്താണ്ട് അവരേജ്. അപ്പോ അതൊക്കെയാണ് ഇപ്പോ ഇദ്ദേഹത്തിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇദ്ദേഹത്തിന്റെ സംസാരമാണ്. നീട്ടിയും കുറുക്കിയുള്ള ഒരു സംസാരം ഉണ്ടല്ലോ, 1 മീറ്റർ ഉണ്ടല്ലോ കേരളത്തിന്റെ മറ്റുള്ള രീതിയില്. അപ്പൊ അങ്ങനെ ഉള്ള ലീഡേഴ്സിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അല്ല ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില് പാർട്ടിയല്ല എന്നുവെച്ചാൽ എല്ലാവരും പാർട്ടിയുടെ പ്രതീകങ്ങളാണെന്നാണ് നമ്മുടെ മിനിസ്റ്റർ പി രാജീവ് ഒരു പ്രസംഗത്തില് പറയണ കേട്ടത്. അപ്പോ ഓരോ ലീഡേഴ്സാണ് എത്രത്തോളം ആ ഒരു ലൈറ്റ് ആൾക്കാരിലേക്ക് എത്തിക്കണമെന്ന് വിചാരിക്കണത്. എന്നുവെച്ചാൽ പല ലീഡേഴ്സിന്റെ പൊട്ടൻഷ്യല് പലതായിരിക്കും. ഓരോരുത്തരും ഇൻഫ്ലുവൻസ് പല രീതിയിലായിരിക്കും. അപ്പൊ അങ്ങനെ ചോക്കാരത്ത് ഇപ്പൊ കറന്റില് ഏത് ലീഡേഴ്സ് ആയിരിക്കും ഇനി ഭാവിയില് കുറച്ചും കൂടി ആക്റ്റീവായിട്ടുണ്ടാകുമ്പോ? എനിക്ക് അങ്ങനെ ഹൈബി സാറിന്റെ ഒരു ഇതുണ്ട്. ഹൈബി സാർ ഇപ്പൊ എന്ത് കാര്യങ്ങൾക്കായാലും നമ്മളോട് സപ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണ്. ഇപ്പോഴും ഇതേപോലെ തന്നെ എനിക്ക് എന്റെ പോയിന്റ് ഓഫ് വ്യൂല് പറയണതാണ്. ഹൈബി സാർ ഇതേപോലെ തന്നെ ഓരോ ഇതിലും ഓരോരുത്തർ സപ്പോർട്ട് ചെയ്ത് വരുന്നതിലും മൂപ്പരൊരു ഇത് എന്തായി ഏതാളാണ് ഇന്ന പാർട്ടിയാണോ അതാണോ ഇതെന്നുള്ള ചോദ്യങ്ങളൊന്നുമില്ല. ഇപ്പൊ നമുക്ക് തന്നെ റാസ്ബിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മ ഹൈബി സാറെ കാണാൻ പോയ ഒരു ഇതുണ്ടല്ലോ. മൂപ്പര് ഒരു ചെറുപ്പവും കാര്യങ്ങളും നമ്മുടെ ഒരു പ്രസ്ഥാനം തുടങ്ങണെന്ന് പറഞ്ഞപ്പോ അതിലും സപ്പോർട്ട് ചെയ്യാൻ നിന്ന കാര്യങ്ങൾ ചെയ്താണ്. അപ്പൊ അത് മൂപ്പര് പിന്നെ ഇനിയും മൂപ്പരിൽ നിന്നും കുറെ പ്രതീക്ഷിക്കാവുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. ലാസ്റ്റ് ഒരു നിരീക്ഷകന് മറ്റേ ഏഷ്യാനിലെ ഒരു പണ്ടുണ്ടായ നിരീക്ഷകനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു പറഞ്ഞാല് ഇനി കുറച്ചും കൂടി കഴിഞ്ഞാല് മറ്റേ ഷാഫി പറമ്പിൽ സാറിന്റെ MLA ഉണ്ടല്ലോ നമ്മുടെ MLA ഇപ്പൊ MP ആയി. അപ്പൊ അദ്ദേഹം നമ്മുടെ
ഉമ്മൻചാണ്ടി സാറിന്റെ ഒക്കെ നേരെ കറക്റ്റ് ആ ഒരു മീറ്ററില് കാര്യങ്ങള് ചെയ്യണ ഒരു ഇതൊക്കെയാണ് പറയണ്ടായത്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അപ്പൊ ഇനി ലീഡേഴ്സ് ഒരുപാട് പേര് യൂത്തിന്ന് ആൾക്കാർ കയറി വരാനുണ്ട്. അപ്പൊ അതുപോലെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നമ്മളെ ഇനി കുറച്ചാമത്തെ ഈ മൊത്തത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും കാര്യങ്ങളും ഇപ്പൊ ഇവരൊക്കെ ചെയ്തു വെച്ച ഒരു കാര്യങ്ങളിലാണ് നമ്മുടെ ഇപ്പൊ കേരളം ഇത്ര ഒരു ഡെവലപ്ഡ് ആയിട്ട് നിൽക്കണത്. ഇപ്പൊ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പൊ പാർട്ടി വൈസ് അല്ല, ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ കോൺഗ്രസ് ആണെങ്കിൽ ഇപ്പൊ കേരളത്തില് ഭൂരിഭാഗം ജനങ്ങളും നിഷ്പക്ഷ മൈൻഡുള്ള ആൾക്കാരാണ്. കോൺഗ്രസ് പാർട്ടിയല്ല, അവിടെ ആൾക്കാരെയും കാര്യങ്ങളും നോക്കിയാണ് കൂടുതലും ജയിപ്പിക്കണത്. എന്റെ ഒരു മൈൻഡ് സെറ്റിലാണ്. ഇപ്പൊ കോൺഗ്രസ് ജയിച്ചാലും വലിയ വിഷയമില്ല, കമ്മ്യൂണിസ്റ്റ് ജയിച്ചാലും വലിയ വിഷയമില്ല എന്നുള്ള ഒരു മൂലമാണ്. കാരണം രണ്ട് പാർട്ടിക്കാർ അത്യാവശ്യം നമ്മുടെ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി കാര്യങ്ങൾ നീക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതേപോലെ ആ ഒരു പാർട്ടിയുടെ വെളിച്ചം ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കണ ആളുകളിലേക്കായിരിക്കും ജനങ്ങൾ പോണത്. അവരായിരിക്കും ഇനി വരുന്ന ലീഡേഴ്സ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ചർച്ച ചെയ്തോണ്ടിരിക്കുന്ന ഇപ്പൊ ലീഡേഴ്സ് വരുമല്ലോ. നമ്മളിപ്പോൾ സംസാരിക്കണത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചുള്ള ലീഡർ. അപ്പൊ അതല്ലാണ്ടുള്ള ലീഡേഴ്സ് ഉണ്ട്. ആ ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് ഒരു ലീഡറിന് വേണ്ട ഒരു ക്വാളിറ്റി. ആളുകളോട് കാണിക്കുന്ന സ്നേഹമാണ് ഒരു ലീഡറിന് വേണ്ട ഒരു എന്താ പറയാ മെയിൻ ഒരു ക്വാളിറ്റി ആയിട്ട് വേണ്ടത്. അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നത് ഈ കോളേജുകളിൽ തന്നെ ഈ പാർട്ടി പരിപാടികളൊക്കെ ഉണ്ടല്ലോ. എന്നുവെച്ചാൽ ഏത് പാർട്ടി എന്നുള്ളതില്ല, എല്ലാ പാർട്ടി ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തില് ഇപ്പൊ എന്റെ ഒരു പേഴ്സണലി എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറത്ത് ഇറങ്ങി വരാനും അതിലേക്ക് പ്രവർത്തിക്കാനും ഉള്ള ഒരു മൈൻഡ് സെറ്റ് വന്നത് എനിക്ക് കോളേജ് ടൈമിൽ ഉണ്ടായിരുന്ന കുറച്ച് പാർട്ടി പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. അത് ഇന്ന പാർട്ടി എന്നില്ല, ഏത് പാർട്ടിയിലാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു അനീതിയ എന്തെങ്കിലും നമ്മുടെ കൺമുന്നിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാൻ നമുക്കൊരു ഇത് വരുന്നത് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. കാരണം നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് വിചാരിക്കാമെന്ന് വെച്ച് നമുക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വേറൊരാള് കൂടി പ്രശ്നങ്ങള് മനുഷ്യന്മാരുണ്ടാക്കണത് ഓരോ കാഴ്ചത് കാര്യങ്ങള് എടുത്തു കഴിഞ്ഞാലും ഇപ്പൊ ഓരോ ഇതിലും തെറ്റുകളും പ്രശ്നങ്ങളും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കില് നമുക്കും പിന്നീട് നമുക്ക് ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇറങ്ങി വരാനും പ്രതിഷേധിക്കാനൊക്കെ ഉള്ള ഒരു എന്താ പറയണ ഒരു മൈൻഡ് വന്നത് എനിക്ക് തോന്നണ പാർട്ടി ഇതാണ്. അത് എന്തായാലും ഒരു രാഷ്ട്രീയം എല്ലാവർക്കും വേണമെന്നുള്ള ഒരു മൈൻഡ് കാഴ്ചപ്പാടാണ് എനിക്ക്. ഇനി ലെനിൻ പറഞ്ഞ പോലെ നമുക്കൊരു രാഷ്ട്രീയം ഇല്ലെങ്കിൽ രാഷ്ട്രീയം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്.